ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? കുറേ നാളായി വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലും, പിന്നെ പല്ലിൽ കമ്പി ഇട്ടതിൻ്റെ ഒരു ഡിസ്കംഫേർട്ടും ഉണ്ട്, അത് വേറെ. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ചൊന്ന് മാറി നിന്നതാണ്. വീണ്ടും വോയിസ് ഓവറിലേക്ക് തിരിച്ചു വന്നേക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ? എവിടം വരെ ഓണവിശേഷങ്ങൾ, ഓണത്തിരക്കുകളൊക്കെ തുടങ്ങിയോ? ഇപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും, ഓണപ്പാച്ചിലായിരിക്കും. ആ സമയത്തായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 3 ഐറ്റം മാത്രമേ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതിയതാണ്, പക്ഷേ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിൽ നിന്നൊക്കെ മണം വന്നു തുടങ്ങിയപ്പോഴത്തേക്കും നമുക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതൊന്നും കഴിക്കാനുള്ളൊരിതില്ല. ആരും പല്ലിക്കമ്പി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ കടിച്ചാൽ പൊട്ടാത്ത പലഹാരങ്ങളൊന്നും കഴിക്കരുതെന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ കായ വറുത്തത് ഉണ്ടാക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 കായോളം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ ഓരോ കാ വറുത്തെടുത്തതിന് ശേഷം ഒരു പേപ്പറിലോട്ട് അത് വെക്കുന്നുണ്ട്. അതിൻ്റെ മാക്സിമം എണ്ണ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോ സെക്ഷൻ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ, വറുത്ത് മാറ്റുമ്പോഴും നമ്മളിതിനെ ഈ ഒരു പേപ്പറിലോട്ട് വെച്ച് അതിൻ്റെ എണ്ണ മാക്സിമം ഊറ്റിക്കളയാനായിട്ട് നോക്കുന്നുണ്ട്, ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും കഴിക്കണമെങ്കിൽ കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. പക്ഷേ ഇത് കഴിക്കാനുള്ള ഒരു ഇതില്ല. പല്ല് കമ്പിയുടെ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ കാണും, നമ്മളെ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും, ഉപ്പേരിയും കായ വറുത്തതും ഒക്കെ കാണും, അതൊന്നും എടുത്ത് കഴിക്കരുത്, പല്ല കമ്പി പൊട്ടിയിളകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ഒരിക്കലും ഇല്ല ഡോക്ടറെ, ഞാൻ കഴിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം ഡോക്ടറിന് അത്ര വിശ്വാസമല്ല. എൻ്റെ ആത്മാർത്ഥമായ മറുപടി കേട്ടിട്ട് ഡോക്ടറിനൊരു സംശയം. അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ, ചങ്ങമ്പുഴ പാടിയതുപോലെ ഈ കപട ലോകത്തിലൊരു ആത്മാർത്ഥ ഹൃദയമുണ്ടായതൻ പരാജയം എന്നൊക്കെ പറഞ്ഞ പോലെ എന്തോ ഒരു വിശ്വാസം ഇല്ലാതെ ഡോക്ടർ എന്നെ നോക്കും. ഞാൻ കഴിക്കത്തില്ല, കാര്യം എനിക്ക് കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഏറ്റുവാങ്ങാൻ വയ്യ. പക്ഷേ ഇതൊക്കെ കാണുന്നത് തന്നെ സന്തോഷമാണ്. പിന്നെ നമുക്ക് അടുത്ത വീടുകളിലും ഒക്കെ നമ്മുടെ ആൾക്കാർക്കൊക്കെ കൊടുക്കാമല്ലോ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും ഒരു പഴമയും ഒരു രസമല്ലേ, ഒരു ഓണ സമയത്തെ ഓരോ വൈബുകളല്ലേ. പിന്നെ അടുക്കളയിൽ നിന്ന് വേർത്ത് ചൂടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീം കുടിച്ചാലോ എന്ന് വിചാരിച്ച് ഒരു ഐസ്ക്രീം എടുത്ത് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണ്? എനിക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയത്തില്ല, എത്ര വലിയ ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞാലും ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് എത്ര കിട്ടിയാലും കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് എനിക്ക് പല്ല് കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് ഈ ഐസ്ക്രീം കാര്യങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഒരു മനസ്സമാധാനം കഴിക്കാനായിട്ട്. പിന്നെ ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ പണി തുടരുകയാണ്. അതടുത്ത നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഇതാണ്. പക്ഷെ നമ്മളിത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാര്യം അമ്മ ജോലി കഴിഞ്ഞിട്ട് വരിക, പിന്നെ എനിക്കും വൈകിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വൈകിട്ട് എനിക്ക് ട്യൂഷൻ എടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് നൈറ്റാണ് നമുക്ക് 2 പേർക്കും കിട്ടുന്ന ഒരു സമയം. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഉണ്ണിയപ്പം അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മോ, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ണിയപ്പമായിരുന്നു. വേറെ ഒന്നിൻ്റെ ടേസ്റ്റ് ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല, എൻ്റെ കമ്പി ഇളകുമെന്ന് പേടിച്ചിട്ട്. പക്ഷേ ഇത് ഞാൻ നന്നായിട്ട്, ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ഫസ്റ്റ് ഡേ കഴിച്ചില്ല, അന്ന് കുറച്ച് ക്രിസ്പി ആയിട്ടിരുന്നു. നെക്സ്റ്റ് ഡേ കഴിച്ചപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി, നല്ല ടേസ്റ്റായിരുന്നു. അമിതമായിട്ട് മധുരം അങ്ങനെ ഇട്ടിട്ടില്ല, എങ്കിലും അത്യാവശ്യം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലും കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. അവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണനാളുകളായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസ.